നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. മുരിങ്ങൂർ വീണ്ടും ഗതാഗതക്കുരുക്കിലായി. ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് ഇന്ന് വീണ്ടും തകർന്നു. മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പോക്സോ കേസിൽ 70 വയസ്സുകാരന് 6 വർഷം തടവിനും 50,000 രൂപ പിഴയ്ക്കും ശിക്ഷാവിധി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ചേപ്പുള്ളി അബ്ദുൽ കരീമിനാണ് ശിക്ഷ. വാർത്തകൾ വിശദമായി. ദേശീയപാത മുരിങ്ങൂരിൽ ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് വീണ്ടും തകർന്നു. ഇന്നലെ വൈകുന്നേരവും സ്ലാബ് തകർന്ന് ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. ഇന്നും സ്ലാബ് തകർന്നതോടെ മുരിങ്ങൂർ വീണ്ടും ഗതാഗതക്കുരുക്കിലായി. ഭാരവാഹനങ്ങൾക്കുൾപ്പെടെ കടന്നുപോകാനുള്ള ശേഷിയിൽ നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ടിരുന്ന സ്ലാബ് തകർന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ പൊട്ടിയ ഭാഗത്ത് കമ്പികളൊന്നും കണ്ടെത്താനായില്ല. സ്ലാബ് തകർന്നത് പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കി പകരം ഇരുമ്പ് നിർമ്മിത ഗ്രിൽ സ്ഥാപിച്ച് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിരുന്നു. എന്നാൽ അതിന് തൊട്ടടുത്തുള്ള സ്ലാബ് ഇന്ന് തകരുകയായിരുന്നു. ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ ഭാഗങ്ങളിലായി ദേശീയപാതയിൽ അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച 20-ലേറെ സ്ലാബുകളാണ് പല ഘട്ടങ്ങളിലായി മാറ്റി സ്ഥാപിച്ചത്. സ്ലാബുകൾ പലതും ഇനിയും തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി റോഡിൽ കുഴിയുണ്ടായതിന് തൊട്ടടുത്തായാണ് സ്ലാബ് തകർന്നത്. സ്ലാബ് തകർന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം എറണാകുളത്ത് നിന്നും തൃശൂരിലേക്കുള്ള പാതയിൽ ഇന്നലെ ഗതാഗതക്കുരുക്കുണ്ടായി. 3 കിലോമീറ്റർ അകലെ കൊരട്ടി വരെ മുരിങ്ങൂരിൽ നിന്നും വാഹനങ്ങളുടെ നീണ്ട നിര നീണ്ടിരുന്നു. മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ മഴക്കെടുതി തുടരുകയാണ്. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിച്ച കേസിൽ 70 വയസ്സുകാരന് 6 വർഷം തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ചേപ്പുള്ളി അബ്ദുൽ കരീമിനാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KS സൂരജ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻസ്പെക്ടർ ബ്രിജുകുമാർ തുടർ അന്വേഷണം നടത്തി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആണ് വിധി. മാള ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂൾ സ്നേഹഗിരിയിൽ റിഥം കൾച്ചറൽ ഫെസ്റ്റ് അരങ്ങേറി. സിസ്റ്റർ നവ്യ മരിയ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ഇവിടെ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന കരുത്തുറ്റ ചൈതന്യവും തീക്ഷ്ണതയുള്ള ലക്ഷ്യബോധവും ഒത്തിണങ്ങുന്ന ഒരു പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹോളി ചൈൽഡ്ഹുഡ് ICSE സ്കൂൾ. ഇന്നത്തെ ഈ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് വേറിട്ട കാഴ്ചകളുണ്ട്. എന്ന് പറയുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു സമൂഹം, മദ്യലഹരിയിൽ ആറാടുന്ന ജനസമൂഹം, പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളുടെ ഇടയിൽ പോലും ലഹരി ഒരു സുഹൃത്തായി കൂടെ നടക്കുന്ന കാഴ്ചകൾ കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ലിജോ അധ്യക്ഷത വഹിച്ചു. ഗായകനും സംഗീത അധ്യാപകനുമായ ജോബേഷ് ജോഷ് മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപക പ്രതിനിധി വിജിബ P, PTA പ്രസിഡന്റ് കുര്യൻ ആലപ്പാട്ട്, ആർട്ട് സെക്രട്ടറി മരിയ തെരേസ എന്നിവർ സംസാരിച്ചു. മേത്തല ബാലാനുബോധിനി UP സ്കൂളിൽ കലാപഠന ശില്പശാല സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്ത് PS റഫീഖ് വിശിഷ്ടാതിഥിയായിരുന്നു. ക്യാമ്പ് അവലോകനം PK ബിജു നിർവഹിച്ചു. PTA പ്രസിഡന്റ് കണ്ണൻ, MPTA പ്രസിഡന്റ് ഷൗഫി, PTA വൈസ് പ്രസിഡന്റ് MK ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കഥയോട് താല്പര്യമുള്ള കുറച്ച് കുട്ടികൾ ഉണ്ട്. ഏറ്റവും പുതിയ തലമുറയിലും ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പല പല സ്കൂളുകളിൽ വന്ന കുട്ടികളാണ്. അപ്പോൾ ഈ എഴുത്തിനോടും വായനയോടൊക്കെ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു
സന്തോഷം ഉണ്ടാവും. ഈ മൊബൈൽ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? സ്വന്തം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവര് എല്ലാവരും അല്ലേ? എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ 1,08,00,000 രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ കമ്മീഷൻ ഏജന്റ് റിമാൻഡിൽ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് കോഴിക്കോട് കക്കോടി സ്വദേശിയായ റയാൻ വീട്ടിൽ റയാനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സൈബർ SHO സുജിത് PS, സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ KV, സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് TP, സിവിൽ പോലീസ് ഓഫീസർ ശ്രീയേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുരിങ്ങൂർ വീണ്ടും ഗതാഗത കുരുക്കിലായി. ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് ഇന്ന് വീണ്ടും തകർന്നു. മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പോക്സോ കേസിൽ 70 വയസ്സുകാരന് 6 വർഷം തടവിനും 50,000 രൂപ പിഴയ്ക്കും ശിക്ഷാവിധി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ചേപ്പുള്ളി അബ്ദുൽ കരീമിനാണ് ശിക്ഷ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.